ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വ്ളോഗെന്ന് വെച്ചാൽ കുറച്ച് വലിയ വ്ളോഗായിട്ടാണ്. ഇന്ന് പുറത്തു പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഇത് ഷുണ്ണന് നല്ല ഉറക്കമാണ്. നമ്മൾ പുറത്ത് പോകണം. പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകണം. കുഞ്ഞവനെ കൊണ്ടുപോകത്തില്ല, ഞാൻ കാറിൽ വെച്ചിട്ടിരിക്കും. അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെയാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ കറങ്ങിയിട്ടേ വരത്തുള്ളൂ. എല്ലാവരുമായിട്ട് നമ്മൾ പുറത്ത് പോവാണ് ഗെയ്സ്. കുഞ്ഞാവ് ഉറക്കമാണ് കുളിച്ചിട്ട്. അമ്മാമ്മയ്ക്ക് ഇനി ഒരുങ്ങണം. കുഞ്ഞുവാവയുടെ നൂലിട്ടൊക്കെ കഴിഞ്ഞതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഞാനും എൻ്റെ കുഞ്ഞുവാവനും കാറിലിരിക്കുകയാണ്. അവരമ്പലത്തിൽ പോയി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിചാരിച്ചതിനെക്കാട്ടി ഭംഗിയായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ നൂലിട്ടൊക്കെ കഴിഞ്ഞു. ക്ഷീണമൊന്നും മാറിയിട്ടില്ല, അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കിയില്ല വീട്ടിൽ. രാവിലെ ഉണ്ടാക്കി കഴിച്ചു. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനി പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോവാം. ഏട്ടൻ ഷോപ്പിലൊക്കെ പോയി, ഞാനും മക്കളും കൂടി. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടൊന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാണ്. ഇനി ആ വീഡിയോ കാണാം. അവന്റെ വർക്ക് അങ്ങനെയാണ്. കറണ്ട് ജോലി ന്യൂക്ലിയർ എനിക്ക് മക്കളുടെ കൂടെ പുറത്ത് പോയി സന്തോഷിക്കുക, അതൊരു ഭയങ്കര. മക്കളുടെ ഏട്ടനാണെങ്കിൽ ഫ്രീ കിട്ടത്തില്ല. അപ്പം മക്കളെ കൂടെ പുറത്ത് പോവുക ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഷോപ്പ് എത്താറായിട്ടുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഒരു സ്പെഷ്യൽ സ്ഥലത്തായിട്ടാണ് കഴിക്കാൻ വന്നത് കേട്ടോ. ഈ കുട്ടനാടൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ഥലമാണ്. പുഞ്ചക്കരിയിലാണേ. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളവിടെ ഇരിക്കുകയാണേ. അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവരാറായി. ആദ്യം അപ്പവും കപ്പയും, പിന്നെ അവിടെ കള്ള്, പനങ്കള്ള് കിട്ടുന്ന സ്ഥലമായിട്ടാ. അപ്പോൾ പിന്നെ കള്ള് കൊണ്ടുവന്നു. അതുകൂടി മക്കൾ കുറച്ച് വാങ്ങി. പിന്നെ മീനെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാര മീനും ഒരു പുന്നാര മീനുമാണ്, ഫ്രൈ ആണ് ആദ്യം വാങ്ങി. പിന്നെ നെമ്മീൻ്റെ തലക്കറി മേടിച്ചു. പിന്നെ ബെറോട്ടയും പിന്നെ മുയൽ ഇറച്ചി ഉണ്ട് പറഞ്ഞ് അത് മേടിച്ചു. പിന്നെ മീൻ മുട്ട ഉണ്ടെന്ന് പറഞ്ഞു, അതും വാങ്ങി. പിന്നെ എന്തൊക്കെ വാങ്ങിയെന്ന് വെച്ചാൽ അത് ഓർമ്മയില്ല. പിന്നെ ഞണ്ട് പെരട്ട് മേടിച്ചു. കൊഞ്ച് ഫ്രൈ മേടിച്ചു. എല്ലാം കൂടി ആസ്വദിച്ച് എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ എന്തൊക്കെ മേടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പോത്ത് വാങ്ങി. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് കഴിച്ചു. പിന്നെ രാവിലെ കുറച്ച് ഫുഡേ കഴിച്ചുള്ളൂ, അതുകൊണ്ട് ഇന്ന് ഗ്രാൻഡായിട്ട് എൻ്റെ ട്രീറ്റ് തന്നെയായിരുന്നു. അതെല്ലാവരും കൂടി കഴിച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് കുഞ്ഞോവേനായിട്ട് കുറച്ച് നല്ല സ്ഥലവും നല്ല വൈബും നല്ല കാറ്റും ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് കഴിച്ചതിന് ശേഷം ഞാനവിടെ കുഞ്ഞോവേനും വെച്ചിട്ട് മാറി നിന്നു. ഇവർ നന്നായിട്ടൊന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ നേരത്തെ കഴിച്ചു, അവനെ എടുത്തു. പിന്നെ അവർക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊക്കെ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി സ്ഥലമാണ്, എല്ലാവരും ഒന്ന് വരിക. സൂപ്പറല്ലേ? ഇവിടെ രണ്ടാൾക്ക് ഫ്രണ്ട് സീറ്റ് ഇരിക്കാനായിട്ട് ഗുസ്തിയാണ്. നമ്മൾ പുഞ്ചക്കരിയിൽ നേരെ വിട്ടത്. അതിൻ്റെ കുറച്ച് അപ്പുറമാണ് വെള്ളയാണി കായൽ. അങ്ങനെ കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലത്ത്. എപ്പോഴും വിചാരിക്കും വരണമെന്ന് വിചാരിക്കും, പക്ഷേ നടന്നിട്ടില്ല. മുന്നേ പോയിട്ട് റീലൊക്കെ എടുത്തിട്ടൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. വാവിനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ, നല്ല കാറ്റൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങോട്ട് പോയി. പിന്നെ അവിടുത്തെ വിശേഷമൊക്കെ കാണിച്ചു തരാം കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് കാറ് കുറച്ച് ദൂരെ ഇട്ടിട്ട് നമ്മൾ ഇടവഴി കൂടി നടന്നു. കുറച്ച് ദൂരെ അങ്ങോട്ട് നടന്നു പോയി. പിന്നെ ഞാനും മോന് ക്ഷീണമെന്ന് പറഞ്ഞ് കാറിൽ തന്നെ ഇരുന്നു. കുറേ കഴിഞ്ഞിട്ടാണ് മോൻ വന്നേ. വരുന്നതേ ഉള്ളൂ. ബോറടിച്ചപ്പോൾ തനിയെ ഇറങ്ങി വരുക. പിന്നെ ഞാൻ കുറച്ച് അവിടെ റീലൊക്കെ എടുത്തു. പിന്നെ അതുപോലെ മക്കളും കുറച്ച് ഡാൻസൊക്കെ. കുഞ്ഞുവാവയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ് പുറത്തിറങ്ങിയാൽ. ചേട്ടച്ചന് കുഞ്ഞുവാവെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. എപ്പോഴും പോവേണ്ട അത്ര ദൂരമേ ഉള്ളൂ, പക്ഷേ പോവാറില്ലെന്നേ ഉള്ളൂ.
പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാനും വീഡിയോ എടുക്കാനും റീലെടുക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഈ സ്ഥലത്തൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് തന്നെ വന്ന്. പിന്നെ മോള് സെപ്പറേറ്റ് റീലെടുത്തു. ചേട്ടച്ചനും വാവനും അങ്ങ് സുഖമായിട്ട് നിൽക്കുകയാണ്. ചേട്ടച്ചന് ജീവനാ ചെറുക്കുട്ടൻ. പിന്നെ ഇതാണ് ഇതിലേറ്റവും കുഞ്ഞ് ലിറ്റിൽ ബേബി. അവിടെ കല്ലൊക്കെ വെള്ളത്തിലെറിഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് കളിയൊക്കെ അവിടെ നിന്ന് കളിച്ചു. അതിനുശേഷമാണ് ഇവർ ഡാൻസ് പ്രാക്ടീസും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ സിദ്ധുമോന് കളിക്കാനൊക്കെ ഒരു മടിയായിരുന്നു, പക്ഷേ ഞാൻ വിട്ടില്ല, കളിപ്പിച്ചു. ആദ്യം ഇവർ രണ്ടുപേരുമാണ് ഡാൻസ് കളിച്ചത്. മോളും അനിയനും കൂടി കളിച്ചു. മോളാണ് സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുത്ത്. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മോള് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങാതിരിക്കുമായിരുന്നല്ലോ, വന്ന് ഇതൊക്കെ കണ്ടു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുഞ്ഞാവയായിരുന്നാലും നല്ല ഹാപ്പി ആയിരുന്നു. ഇവർക്ക് പിന്നെ എത്ര എടുത്തിട്ടും അത് ശരിയായില്ല, ഒരിക്കൽ കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് റീല് 2 സോങ് എന്തോ എടുത്തു. മോള് സെപ്പറേറ്റ് എടുത്തു. ലാസ്റ്റാണ് സിദ്ധുമോനും വിഷ്ണുമോനും ഒക്കെ കൂടി ഇറങ്ങി റീലിലോട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ആ വീഡിയോ കുഞ്ഞവനെ വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടമായോ? ഭയങ്കര ഹാപ്പിയായി. ഷൂട്ടൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് വീഡിയോസൊക്കെ എടുത്ത് ഞാനും തളർന്നു, ഇവരും തളർന്നു. കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് തളർന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് ദിവസം നമ്മൾ ചെറുക്കൂട്ടാനൊക്കെ ആയിട്ട് പുറത്ത് സ്പെൻഡ് ചെയ്തു. ഒരുപാട് സന്തോഷം, മനസ്സൊക്കെ നിറഞ്ഞു. വെറുതെ വിടത്തില്ലല്ലോ, കുറച്ച് റീലൊക്കെ എടുത്തു. അങ്ങനെ ആകെ ടയേർഡായി. ഇനി നമ്മളടുത്ത ജ്യൂസ് കുടിച്ചിട്ട് വീട്ടിൽ പോവായിരിക്കും. പിന്നെ അവിടെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു, കൊച്ചുകുട്ടികൾക്കൊക്കെ അവിടെ വന്നിരുന്ന് കളിക്കാനായിട്ടൊരു പാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പോയിട്ട് ആ പാർക്കൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ എൻ്റെ സിദ്ധുമോനും റസിമോനും പോയി ജ്യൂസ് കുടിക്കാൻ. അപ്പോൾ മോനിപ്പോൾ വേണ്ട പറഞ്ഞു. അപ്പോൾ നല്ലൊരു ജ്യൂസ് കട അവിടെ ഉണ്ടായിരുന്നു, ഒരു ആൻറ്റീയുടെ. ആ ജ്യൂസ് കടയിൽ പോയി അവർ കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് പോയി വീഡിയോ എടുക്കാൻ പോയി. എന്തുവാണ് സിദ്ധാർത്ഥ ഇത്? പൈനാപ്പിളിൻ്റെ വല്ലതും ആണോ? ചേച്ചി അപ്പൊ എന്തൊക്കെ അതൊന്നും പ്രശ്നം താഴെ കാണിക്കില്ല. ചേച്ചി പറയ് എന്തൊക്കെ ഫ്ലേവർ ഉണ്ട്? പൈനാപ്പിൾ ഫ്രഷ് ഉണ്ട്, മുന്തിരി ഫ്രഷ് ഉണ്ട്, ബാക്കി ഒരു 10-70 ഐറ്റം ഫ്ലേവർ പല ഐറ്റം ഉണ്ടോ? നമ്മൾ പൈനാപ്പിളാണ് കുടിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാർ എടുത്തിട്ട് പോയി. അവിടെയാണെങ്കിൽ കുറേ കീര കൃഷി, പയർ കൃഷി. രാവിലെ പോയാൽ കൃഷി സ്ഥലത്തുനിന്ന് വെജിറ്റബിൾസൊക്കെ മേടിക്കാം. അങ്ങനെ ഞാൻ മുന്നേ പോയിട്ടുണ്ട്. അവിടെ പോയി പഴവും ആയിരുന്നാലും എല്ലാ നാടൻ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് നമ്മൾ വന്നത് കരമനയിലെ ഒരു ബേക്കറിയിലാണ്. ആദ്യമായിട്ട് ആ ബേക്കറിയിൽ കയറുന്ന ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. കുഞ്ഞാവ് അവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് കിടന്നു. എല്ലാവരും കൂടി കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഇവർ ജ്യൂസിനൊക്കെ ഓർഡർ കൊടുത്തു. ഞാനപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. പിന്നെ ഷാർജ, അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റി ഐറ്റംസൊക്കെ അവർ മേടിച്ചു. ഞാൻ ഒരു പൈനാപ്പിൾ ജ്യൂസാണ് വാങ്ങിയത്. അവിടെ ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ഷോപ്പാണ് കേട്ടോ. അപ്പോൾ കരമനയിലാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. കിള്ളിപ്പാലത്ത് നിന്ന് കരമനയിലോട്ട് വരുന്ന മുത്തു ബേക്കറി.
ബേക്കറിയുടെ വീഡിയോ മാത്രം സെപ്പറേറ്റ് ഞാൻ ഒരെണ്ണം ഇടുന്നുണ്ട്. ഇതിന് കട്ട്ലൈറ്റോ എന്തൊക്കെ മേടിച്ചു. പിന്നെ അവിടെ നോക്കിയപ്പോൾ കുറേ കിളികളുടെ സൗണ്ട് കേൾക്കുമായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് പോയി കുഞ്ഞു അവനെ കൊണ്ട് കിളിയുടെ സൗണ്ട് എങ്ങനെ മോനെ എങ്ങനെ കേൾക്കുന്നുണ്ടോ ആസ്വദിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൻ പോയപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമായി. മോനാണെങ്കിൽ ഭയങ്കര ഞാൻ ദൂരെ നിന്ന് കിളിയായതുകൊണ്ട് തൂവലൊക്കെ പറക്കത്തില്ല, അതുകൊണ്ട് ഞാനങ്ങ് ദൂരെ നിന്ന് സൗണ്ടൊക്കെ കേൾപ്പിച്ചത്. പിന്നെ ഇവർ തകർത്ത് വെച്ച് ജ്യൂസൊക്കെ കുടിച്ചു. വേണേൽ എന്തൊക്കെ ഫ്ലേവർ എന്തൊക്കെയാണോ മേടിച്ചതെന്ന് എനിക്ക് പേരൊന്നും ഞാൻ ക്ലിയറായിട്ട് അറിയത്തില്ല. അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് കഴിഞ്ഞ് കറണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയത്. കുഞ്ഞോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞുമ്മയുടെ അപ്പയുടെയും കൊച്ചിൻ്റെയും അമ്മമ്മയുടെയും അമ്മയുടെയും ചേട്ടച്ചൻ്റെ കൂടെയൊക്കെ അടിച്ച് പൊളിച്ചു. ഇനി നമ്മൾ വീട്ടിൽ പോവാം. ടാറ്റാ.